സോ റോഡ്രി ടു ബാഴ്സലോണ എന്നുള്ള ടോപ്പിക് കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ്രി വേർബലി ബാഴ്സലോനോട് യെസ് പറഞ്ഞു എന്നുള്ള രീതിയിലും റയൽ മാഡ്രിഡിനോട് നോ പറഞ്ഞു എന്നുള്ള രീതിയിലും വാർത്തകൾ അതിഭീകരമായിട്ട് ഫാബ്രിസിയോ അടക്കം നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സസും ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ടിൽ നൗ ഇതുവരെ ബാഴ്സലോണ സൈൻ ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ദ റീസൺ ഇൻ ബിഹൈൻഡ് ദാറ്റ്? പെപ് ഗാർഡിയോള ഓൾറെഡി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് റോഡ്രി ബാഴ്സ വേണോ റയൽ വേണോ ചൂസ് ചെയ്യണം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് പെപ്പിനോട് ഫോമർ കോച്ച് പുള്ളിയുടെ റോഡ്രിയുടെ ഫോമർ കോച്ചായിട്ടുള്ള പെപ് ഗാർഡിയോളിനോട് ഹെൽപ്പ് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞു യു ചൂസ് ബാഴ്സലോണ ചൂസ് ചെയ്തു. എന്നിട്ട് അവിടെ പോയി കണ്ട് കാര്യങ്ങൾ നടത്തിക്കോ എന്നുള്ള രീതിയിൽ പെപ് ഗാർഡിയോള പറഞ്ഞു. അപ്പോൾ ബാഴ്സലോണയോട് കംപ്ലീറ്റ്ലി പെപ്പിന്റെ ആ ഒരു വിശ്വാസത്തോടു കൂടിയും റോഡ്രി കംപ്ലീറ്റ്ലി സെഡ് യെസ് ടു ബാഴ്സലോണയോട് യെസ് പറഞ്ഞു. ബാഴ്സക്കും റോഡ്രിയെ വേണം. ഹാൻസിഫ്ലിക്ക് ആദ്യം ഫോണിൽ സംസാരിച്ചു. പിന്നെ മാനേജ്മെന്റ് കംപ്ലീറ്റ് നെഗോസിയേഷൻസ് നടന്നു. ഓൾറെഡി 45 മില്യൺ + 5 മില്യൺ ഒരു പാക്കേജ് സിറ്റിക്ക് വെച്ചു. പക്ഷേ ഗോൾഡൻ ബോൾ വിന്നർ ആയിട്ടുള്ള വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നറാണ്, പ്രാവശ്യം ബാലൻഡിയോർ വിന്നറാണ്, 30 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു പ്ലെയറിന് അത്രയൊന്നും പോരാ, 80 മില്യണെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം എന്നുള്ള രീതിയിലൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി പറഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ വീഡിയോ ഫുള്ള് കാണുക. പിന്നെ എൻ്റെ കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. ഫുട്ബോൾ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. സോ റോഡ്രി എന്ന് പറയുന്നത് നമുക്കറിയാം വേൾഡ് കപ്പിൽ അതിഭീകര പെർഫോമൻസ് എടുത്ത ഒരാളാണ്. ഗോൾഡൻ ബോൾ വിന്നർ എന്നുള്ളതിന് ഭയങ്കരമായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലെയറാണ് റോഡ്രി എന്ന് പറയുന്നത്. പക്ഷേ അന്ന് യൂറോ കപ്പിന് നമുക്ക് പറയാം 2024 യൂറോ കപ്പിന് റോഡ്രിക്ക് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കൊടുത്തു. പക്ഷെ അതിൽ വലിയ വിയോജിപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് വന്ന ബാലൻഡിയോറും റോഡ്രിക്ക് കൊടുത്തു. അതിലും അതിഭീകര വിയോജിപ്പ് കാണിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ റോഡ്രിക്ക് കൊടുത്തതിൽ വളരെയധികം യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം എന്താ പറയുക, റോഡ്രി ആ ഒരു മിഡ്ഫീൽഡിൽ വളരെ കൂളായിട്ട് മറ്റേ ബിസ്കിറ്റ്സ് ഒക്കെ കളിക്കുന്ന ആ റോളില്ലേ, പുള്ളി കളിക്കുന്ന ആ ഒരു റോളിൽ വളരെ അതുപോലെയൊക്കെ അവർ വളരെ കൂളായിട്ട് സ്പെയിൻ്റെ മിഡ് തന്നെ നമുക്ക് ആ വേൾഡ് കപ്പിൽ കണ്ടാൽ നമുക്കറിയാം. അർജന്റീനക്ക് ഫൈനലിൽ ബോൾ മാനവന്മാരായിരിക്കും തൊടാൻ കിട്ടിയിട്ടില്ല. മെസ്സിൻ്റെ ബോൾ ടച്ച് ചെയ്യാൻ പറഞ്ഞോ, ഫസ്റ്റ് സെൻറ്ററിൽ ടച്ച് കഴിഞ്ഞിട്ട് പിന്നെ 15ാമത്തെ മിനിറ്റിലാണ് മെസ്സിക്ക് ഫസ്റ്റ് ടച്ച് കിട്ടിയത്. ഫസ്റ്റത്തെ ആ ഒരു സെൻറ്ററിൽ നിന്ന് ആ ഒരു ബോൾ കിക്ക് ചെയ്തതിന് ശേഷം 15ാമത്തെ മിനിറ്റിലാണ് പിന്നെ മെസ്സിക്ക് ബോൾ കിട്ടുന്നത്. വളരെ റെയറായിട്ടേ ബോൾ കിട്ടുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ 75ാമത്തെ മിനിറ്റിലാണ് മെസ്സിക്ക് ഫസ്റ്റ് ടച്ച് കിട്ടുന്നത്. നിങ്ങൾ ആലോചിക്കുക, മെസ്സിയെ പോലത്തെ ഒരു പ്ലെയർ, ഇസ് എ ലെജൻഡറി പ്ലെയർ, ബോൾ ചോദിച്ച് മേടിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ബോൾ കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീമിലെ മിഡ് എന്ന് പറഞ്ഞാൽ അത്രയും കിഡിൽ തന്നെ ആയിരിക്കണം. അതിലെ ഏറ്റവും ക്രൂഷ്യൽ റോൾ, അതിലെ ക്യാപ്റ്റൻസി മിഡിൻ്റെ, ടീമിൻ്റെ ക്യാപ്റ്റൻ ഓൾറെഡി റോഡ്രിയാണ്, മിഡിൻ്റെ ക്യാപ്റ്റൻസി പുള്ളി ഏറ്റെടുത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു റോഡ്രി ആ ഒരു സ്പെയിൻ്റെ മിഡിൽ നടത്തി. അപ്പോൾ അതിഭീകര പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. നീ ഇഞ്ചുറി കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത്. പക്ഷേ ആ നീ ഇഞ്ചുറി ഒന്നും നമുക്കൊരു പുത്തിരിയുള്ള കേസല്ല, അതൊന്നും എൻ്റെ കളീനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വേൾഡ് കപ്പിൽ ഓൾറെഡി പ്രൂവ് ചെയ്തു. അപ്പോൾ റയലും ബാഴ്സയും ഈ ഒരു പ്ലെയറിന് വേണ്ടി അങ്ങനെ നീ ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, ഗ്രൗണ്ടിലുള്ള ഒരു കളി അതിഭീകരമായിട്ട് വരും എന്നുള്ള ആ ഒരു പുള്ളി പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ റയലും ബാഴ്സയും നോക്കുന്നുണ്ട്. റയലിനാണെങ്കിൽ ഓൾറെഡി നല്ല പ്രഷർ ഉണ്ടായിരുന്നു റോഡ്രിയെ സൈൻ ചെയ്യാൻ വേണ്ടി. കാരണം റോഡ്രിക്ക് റയൽ മാഡ്രിഡിലോട്ട് വരാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ പെരസ്, മറ്റേ ഹമീദ് സഹാരിയുടെ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ, വേണോ വേണ്ടേന്ന് വിചാരിച്ച ഒരു അറ്റത്ത് കയറും പിടിച്ച് നിൽക്കുന്നത്, ആ ഒരു സാധനം പോലെയായിരുന്നു പെരസ് എന്ന് പറഞ്ഞത്. എനിക്ക് വേണേ എത്തിപ്പിടിച്ച് വന്നോ, ഓക്കെ. അവരങ്ങനെ അത്ര അതിഭീകര ട്രൈ ഒന്നും നടത്തില്ല. കാരണം വിനിയുടെ കോൺട്രാക്ട് ഓൾറെഡി അവിടെ എക്സ്റ്റൻഷനിൽ കിടക്കുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. വിനി റോഡ്രി വരികയാണെങ്കിൽ ചിലപ്പോൾ മേ ബി പുള്ളിയുടെ മൈൻഡ് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, വിനി ഡിസേർവ് ചെയ്തിട്ട് ഒരു ബാലൻഡിയോ റോഡ്രിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അവർ തമ്മിലുള്ള ഒരു ഡ്രസ്സിംഗ് റൂം പിന്നെ എന്താവും എന്നുള്ള ഓൾറെഡി ഡ്രസ്സിംഗ് റൂമിൽ വളരെയധികം ഇഷ്യൂ ഉള്ള ഒരു ടീമാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തമ്മിൽ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം ഇറ്റ്സ് ഡൗട്ട്ഫുൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമായതുകൊണ്ട് പെരസ് അങ്ങനെയും കൊണ്ട് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ വിനി ജൂനിയർ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ടാണ് പെരസ് നേരെ റോഡ്രിയിലോട്ട് പിന്നെ പോയത്. 50-60 മില്യൻ്റെ ഒരു ബിഡ് ഓൾറെഡി വെച്ചു. റോഡ്രിനോട് വെർബലി സംസാരിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും ഹാൻസിഫ്ലിക്കും ബാഴ്സലോണ ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ബാഴ്സ നോട്ടിടുന്ന ഓരോ പ്ലേയേഴ്സ് ഉണ്ട്, ബെർണാർഡോ സിൽവ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുക്കുറെല്ല, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡംഫ്രൈസ് ഇവരൊക്കെ ബാഴ്സ നോട്ടിട്ടൊരു പ്ലെയർ ആയിരുന്നു. ബാഴ്സയിലോട്ട് എത്തിക്കണം എന്ന് വിചാരിച്ച പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ പെരസ് സൈൻ ചെയ്തു. ഒരു ചെറിയൊരു ഹൈജാക്കിംഗ് പരിപാടി പോലെയൊക്കെ. ഓക്കെ, അത്രയധികം ഇല്ല, ബട്ട് സ്റ്റിൽ മറ്റേ കുക്കുറെല്ല, പിന്നെ അതേമാതിരി ബെർണാർഡോ സിൽവ, ഇവരൊക്കെ ഏതാണ്ട് ഹൈജാക്ക് ചെയ്തതുപോലെയാണ്. അപ്പോൾ ഈ ബാഴ്സ നോട്ടിടുന്ന പ്ലേയേഴ്സിനൊക്കെ റയൽ സൈൻ ചെയ്തു. അപ്പം റയൽ തിരിച്ചു ഒരു പണിയെങ്കിലും കൊടുക്കണ്ടേ? ഓക്കെ, അതൊരു ഇതല്ലേ, ഇത്രയും പണി ഒന്നുകൊണ്ട് ഒരു പണി കൊടുക്കുക. നമ്മളെ മോശം സാഹചര്യത്തിൽ ഇരിക്കുന്ന നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ. പക്ഷേ ബാഴ്സലോണ തിരിച്ച് പണി കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് വളരെ ക്രൂഷ്യലായിട്ടൊരു പ്ലെയറാണ്. അവർക്ക് നല്ല മിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മിഡിനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഓൾറെഡി പെഡ്രി, ഡിയോങ് എന്നൊക്കെ പറഞ്ഞിട്ട് മിഡ് ഉണ്ട്. പക്ഷേ ഫ്രങ്കി ഡിയോങ്ങിന് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി ഇഷ്യൂ ഉണ്ട്. ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ് ഫ്രങ്കി ഡിയോങ് എന്ന് പറയുന്നത്. അപ്പോൾ
മിഡ് ഒന്ന് സ്ട്രോങ് ആക്കണം. ഓക്കെ, അവരുടെ മിഡാണ് ബായ്സന്റെ കരുത്ത് എന്ന് പറയുന്നത്. അവരുടെ ഡിഫൻസ് കുറച്ച് വീക്കാണ്, കുറച്ചധികം വീക്കാണ്. നമുക്കറിയാം അതിൽ ഇതുവരെ സൈനിങ് ഒന്നും നടത്തിയിട്ടില്ല. ആ ഒരു ഹാവ് കൺസോലിന്റെ മാത്രം നടത്തിയിട്ടുള്ളൂ. എന്തെങ്കിലും അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പഠിച്ചു പറയാം. ഹാവ് കൺസോലിൽ ലോണിൽ വന്ന് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. കീപ്പ് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ മിഡാണ് അവരുടെ കരുത്ത് എന്ന് പറയുന്നത്. അതിലോട്ട് റോഡ്രിയെ കൊണ്ടുവന്ന് പരിപാടി നടത്തുക. അപ്പോഴാണ് ഈ ഒരു റോഡ്രിനെ സൈൻ ചെയ്യാനുള്ള പ്ലാൻ നടത്തിയത്. റയൽ ബിഡ് വെച്ചു. ബായ്സ അവിടെ അപ്പോഴേക്കും റോഡ്രിനോട് സംസാരിച്ച് വെർബലി ഓക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ റോഡ്രി ഒരു മറ്റേ ഹെൽപ്പിനായിട്ട് പെപ് ഗാർഡിയോളനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ബായ്സ ചൂസ് ചെയ്യണോ റയൽ ചൂസ് ചെയ്യണം. അപ്പോൾ പെപ് ഗാർഡിയോള പറഞ്ഞു, നീ ബായ്സ ചൂസ് ചെയ്തോ, അതായിരിക്കും നിന്റെ കരിയറിന് ബെറ്റർ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്താ അതിൻ്റെ റീസൺ എന്നൊന്നും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ പെപ്പ് പറഞ്ഞു, ആ ഒരു ലെജൻഡ് ആയിട്ടുള്ള കോച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ പെപ്പ് ആശാൻ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ശിഷ്യൻ അത് അങ്ങനെ അനുസരിച്ചു. ബാഴ്സലിനോട് യെസ് പറഞ്ഞു. പുള്ളിക്ക് ബാഴ്സയ്ക്ക് വരാൻ താല്പര്യമുണ്ട്. പിന്നെ സ്പെയിൻ്റെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, മറ്റേ ഹമീദ് സാറിൻ്റെ വീഡിയോയിൽ കണ്ട പോലെ ഹെലികോപ്റ്ററിൽ ലപ്പോട്ടയും പിള്ളേരെയും ഒരു കയർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിന്മേൽ പിടിച്ചങ്ങോട്ട് കയറി ബാഴ്സയ്ക്ക് പോയി ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ യെസ് പറഞ്ഞു, വെർബലി യെസ് പറഞ്ഞു. ഓൾറെഡി 45 million + 5 million ബിഡ് ബായ്സ സബ്മിറ്റ് ചെയ്തു റോഡ്രിക്ക് വേണ്ടി. പ്ലാനിലുള്ള കാര്യം ഹാൻസി ഫ്ലിക്ക് കാര്യം പറഞ്ഞു, എൻ്റെ പ്ലാൻ ഉണ്ട്, നിന്റെ പ്ലാൻ്റെ കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ റോഡ്രി അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സാലറി കാര്യങ്ങളൊക്കെ പാക്കേജൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. ആ കാര്യമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ ഒരു ഊഹം പറയാം. അപ്പോൾ അതും മേ ബി ഡിസ്കസ് ചെയ്തിട്ട് റോഡ്രി ഓക്കെ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ടിൽ നൗ ഇതുവരെ സൈനിങ് നടന്നില്ല. ബാഴ്സലോണയെ പോലൊരു ടീം ഇങ്ങനെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് സൈൻ ചെയ്യാൻ പറ്റാത്തത് എന്നതിൻ്റെ റീസൺ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ഇപ്പം ഈ അടുത്ത് നമുക്കറിയാം യൂലിയൻ അൽവാരസിനെ കുറേ ആയി സൈൻ ചെയ്യുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് ചത്താലും വിട്ട് കൊടുക്കൂല. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവർ. യൂലിയൻ അൽവാരസ് അവിടെ ട്രാപ്പായി നിൽക്കുക, ഒരു ജയിലിൽ ട്രാപ്പ് ചെയ്ത പോലെ. പുള്ളി മറ്റേ ഏതൊരു ഈജിപ്തിനെതിരെ അത് ഓസ്ട്രേലിയക്കെതിരെ ഏതൊരു മാച്ചിന് ശേഷം വേൾഡ് കപ്പിന് ശേഷം പറഞ്ഞു, എൻ്റെ ഫ്യൂച്ചർ ട്രാൻസ്ഫർ ആയിരിക്കും, എൻ്റെ ഭാവി തീരുമാനിക്കുക എന്നുള്ള കാര്യം വളരെ ഇമോഷണലായി പറഞ്ഞിരുന്നു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് ഐ ഡോണ്ട് കെയർ, നിനക്ക് ഇവിടെ കോൺട്രാക്ട് ഉണ്ട്, നീ ഇവിടെ നിന്നോ, എത്ര കാശ് കിട്ടിയാലും നിന്നെ കൊടുക്കൂല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് അവിടെ ഉള്ളത്. അത്ലറ്റിക്കോ അപ്പോൾ യൂലിയൻ അൽവാരസിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു ബാക്കപ്പ് ആയിട്ട് ജൂനിയർ ഗ്രൂപ്പിനെ സൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു മറ്റേ ബേൺമൗത്ത് നിന്ന്. പക്ഷേ പുള്ളിനെ സൈൻ ചെയ്യാൻ പറ്റില്ല. എന്താ അതിൻ്റെ ഫൈനൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള മാനേജ്മെന്റ് ബേൺമൗത്തുമായിട്ട് അവർക്കൊരു ഒരു കൺഫർമേഷനിൽ എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അവിടെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് എന്താണ് ഭാഷയെ പോലത്തെ ഒരു ടീം ഇങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയില്ല. ഓക്കെ, അതവിടെ വിട്ടേക്ക്. നെക്സ്റ്റ് റോഡ്രി എന്ന് പറയുന്നത് അതുപോലെ ഒരു പ്ലെയർ അല്ലല്ലോ. റയലിന് നോട്ടൊട്ട പ്ലെയറാണ്. റയലിന് പണിയെടുക്കാൻ പറ്റിയൊരു ചാൻസ് ആണ്. അവർക്ക് ബായ്സൊക്കെ ക്രൂഷ്യലായിട്ടൊരു പ്ലെയറാണ്. അപ്പോൾ ഈ റോഡ്രിനെയും സൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് 45 million + 5 million പാക്കേജ് വെച്ചു. അത് പോരാ, ഈ 30-കാരന് 80 million ഗോൾഡൻ ബോൾ വിന്നർ ആയിട്ടുള്ള 80 പ്ലെയറിന് 80 million വേണം എന്ന് മാഞ്ചസ്റ്റർ സിറ്റി പറയുന്നത്. എന്തുകൊണ്ടാണ് 80 million കൊടുത്ത് ബാഴ്സയ്ക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല? ഓക്കെ, ബാക്കിയുള്ള ഇപ്പോൾ റയലാണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പെരസ്. കാര്യം പറയാം, വേറെ ഏത് ടീമാണെങ്കിലും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇപ്പോൾ റൊണാൾഡോ അരാഹു ഓൾറെഡി പോയി. കംപ്ലീറ്റ് സാലറി പാക്കേജ് റൊണാൾഡോ അരാഹുവിൻ്റെ മറ്റേ ലിവർപൂൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോണിൽ പോയി വിത്ത് ബൈ ഓപ്ഷനാണ് പോയിട്ടുള്ളത്. ചിലപ്പോൾ മേ ബി ലിവർപൂളിൽ ഇനി ഫുൾ പ്ലെയർ ആയേക്കാം റൊണാൾഡോ അരാഹു എന്ന് പറയുന്നത്. അതവിടെ വേറെ സൈഡ്. പിന്നെ മറ്റേ ഇയാളെ വിറ്റു, ടെർ സ്റ്റേഗനെ വിറ്റു അയാക്സിന്. കുറേ ആൾക്കാർ കസാഡോ ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഫെറാന്, അയ്യോ അത് പറയാൻ വിട്ടുപോയി, ഫെറാന് PSG ഓൾറെഡി വെർബലി പറഞ്ഞു. അപ്പോൾ ഫെറാനും പോവാണ്. ഫെറാൻ ഔട്ട്, റോഡ്രി ഇൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവർ കുറേ ആയി ഉദ്ദേശിക്കുന്നു. ഫെറാൻ PSG ഓൾമോസ്റ്റ് സൈൻ ചെയ്തതുപോലെയാണ്. ബാഴ്സയ്ക്ക് മാനേജ്മെന്റ് സംസാരിച്ച് യെസ് പറഞ്ഞു. ഇനി മിക്കവാറും ഈ അടുത്ത് അതിൻ്റെ ഒഫീഷ്യൽ പരിപാടി വരും. അപ്പോൾ ഫെറാനും പോയി. എന്നിട്ട് ഇപ്പോഴും സ്റ്റിൽ റോഡ്രിയെ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ? ഇത്രയും ഇതുണ്ടായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ 1:1 റൂൾ ബാഴ്സ ഇപ്പോഴും വലഞ്ഞ് നിൽക്കുകയാണ്. ബാഴ്സയെ പോലത്തെ ഒരു ടീം ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് പേഴ്സണലി സങ്കടമുണ്ട്. കാരണം റയലൊക്കെ വളരെ ഈസി ആയിട്ടാണ് ഓരോ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നത്. അവരിപ്പോൾ സൈൻ ചെയ്തൊക്കെ ഇത് കണ്ടില്ലേ? റോഡ്രി ഒരു എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ്രി ഇപ്പോൾ ഒരു എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയലിൻ്റെ ജേഴ്സി ഇട്ട് അവിടെ ട്രെയിനിങ് നടത്തുന്നുണ്ടാവും ഇപ്പോൾ റോഡ്രി. ബാഴ്സന്റെ സിറ്റുവേഷൻ അതാണ്. അത് അറിയില്ല. പക്ഷേ ബാഴ്സ ഒരിക്കലും ഒരു മോശം ടീമല്ല. ഇപ്പോൾ ഈ റോഡ്രി ഒന്നുമില്ലല്ലോ, അവരുടെ മിഡിന് യാതൊരുവിധ കുഴപ്പമില്ല. അവർക്ക് ആ ഒരു ഡിഫൻസിലെ പ്രശ്നമുള്ളൂ. പക്ഷേ റോഡ്രി ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. ഓക്കെ, എന്തായാലും 80 million പാക്കേജ് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ബാഴ്സലോണ. റോഡ്രി എന്തായാലും ഈ ഒരു വീക്കിൽ സൈൻ ചെയ്യും എന്ന് തന്നെയാണ് അപ്പോൾ ഇതുവരെ ഫാബ്രിസിയോ അടക്കം പുറത്ത് റിപ്പോർട്ട് വരുന്നത്. അറിയില്ല, യൂലിയൻ അൽവാരസ് ഇതുപോലെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടുകൊടുക്കാനായിട്ടാണ്. ഇത് സിറ്റി തരാൻ റെഡിയാണ്, കാശ് തന്നാൽ മതി, ഞങ്ങൾ തരാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ അദാമിനെ 26 million അത്ര സംതിങ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഗോർഡൻ 80 to 90 million യൂറോക്കാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ലിമിറ്റ് ഉണ്ട് ബാഴ്സക്ക്. കഴിഞ്ഞൊരു കുറച്ച് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാഴ്സക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. റവന്യൂക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു 1:1 റൂൾ ഫിനാൻഷ്യൽ കുറേ അവിടെയും ഇവിടെയും എന്താ ചങ്ങയുടെ പേര് ബെർത്തോമിയോ,
ആ ചങ്ങായി ഉണ്ടാക്കി വെച്ച കടങ്ങൾക്ക് കയ്യും കണക്കില്ല എന്നൊക്കെ ഇതിൻ്റെ ലപ്പോർട്ടിൻ്റെ മുമ്പത്തെ പ്രസിഡന്റ്. അപ്പോൾ അതും കുറേ അടച്ചു തീർക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ മറ്റേ ഹമീദ് സഹാരിൻ്റെ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ലപ്പോർട്ട് ഒരു കിഡ്നിയൊക്കെ കൊടുത്ത് ഇവിടെ ഒരു സർജറിൻ്റെ പാടുണ്ടാവും. പിന്നെ അതേമാതിരി ഹൻസിബ്ലിക്കിൻ്റെ ഇവിടെ ഒരു സർജറിൻ്റെ പാടുണ്ട്. കിഡ്നിയൊക്കെ വിറ്റു. മറ്റേ ഷെസ്നി അതേമാതിരി കുറേ സിഗരറ്റും പാക്കറ്റൊക്കെ കൊണ്ടുപോയിടാം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു ട്രോൾ അങ്ങനെ പറ്റിയില്ല, നമുക്ക് കാണുമ്പോൾ രസമാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും അവർക്ക് റോട്ടറി സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും കോളിങ്ങിലാണെന്നുള്ള രീതിയിലേക്കാണ് പുള്ളി പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു വീക്കിൽ റോട്ടറിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. അവരുടെ മാനേജ്മെന്റ് ഒരു ഒഫീഷ്യൽ ബിഡ് അല്ലെങ്കിൽ കൺഫർമേഷൻ അവർ തമ്മിലൊരു ഒത്തുതീർപ്പിലെത്തും. റോട്ടറി എങ്ങനെയെങ്കിലും ബാഴ്സലോട്ട് എത്തിക്കും. അവിടെ റോട്ടറി എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ബാഴ്സലിനോട് യെസ് പറഞ്ഞു എന്ന് പറഞ്ഞു. ബാഴ്സൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കിൽ കാണാം എന്ന് തന്നെയാണ് ഇതുവരെ പറയുന്നത്. നോക്കാം എന്തായാലും. പിന്നെ എൻ്റെ കോണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത ഫുട്ബോൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ. സോ താങ്ക് യു സോ മച്ച്.